ഒന്ന് വെയിറ്റ് ചെയ്താൽ ജോയിൻ ചെയ്യും ക്ലാസ്സിൽ കേട്ടോ. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. 8 മണി ആയിക്കോട്ടെ. എന്നാ നമ്മുടെ എക്സാം? ജനുവരി 18 അല്ലേ എക്സാം വരുന്നത്? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ എൻ്റെ ഓർമ്മ. ജനുവരി 18 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് ഒരു 40 ദിവസങ്ങൾ മുന്നിലുണ്ടാവും അല്ലേ? 42 ദിവസം വരെ മുന്നിലുണ്ടാവും. ഇന്നിപ്പോൾ 3-ാം തീയതി. അല്ല, 1 മന്ത്, 1.5 മാസം മുന്നിലുണ്ടല്ലേ? കറക്റ്റ് 1.5 മന്ത് നിങ്ങളുടെ മുന്നിലുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലാനിങ് അനുസരിച്ച് ഈ മന്തോട് കൂടി ക്ലാസ് കംപ്ലീറ്റ് പ്ലാനിങ് ഇപ്പോൾ സമയമൊക്കെ ആകുമ്പോഴത്തേന് തീർക്കും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്ലാസ് റെഗുലറായിട്ടുണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം തീരാൻ കുറച്ചും കൂടി സമയം എടുക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് തീരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ബാക്കിയും പിന്നെ കുറച്ച് PYQ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഓർമ്മ ഉണ്ടോ? നമ്മുടെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ബൈലിംഗുവൽ മെത്തേഡൊക്കെ എടുത്തു. ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് നമ്മൾ എടുത്തില്ല? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് സജസ്റ്റോപീഡിയ എടുത്തോ? സജസ്റ്റോപീഡിയ ഒക്കെ എടുത്തല്ലോ നമ്മളല്ലേ? സജസ്റ്റോപീഡിയ എടുത്തു. ഇനി എടുക്കാനുള്ള CLL എടുക്കാം അല്ലേ? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്. ഇവിടെ നിന്ന് എടുക്കാനുള്ള ഇനി അല്ലേ? ഇവിടെ തന്നെയാണ് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ തന്നെ ആവും അല്ലേ? ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് CLL, കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ്. വാട്ട് ഈസ് ദിസ് കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ്? എ മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ടു ഡെവലപ്പ് ലാംഗ്വേജ്. സംഭവം അതായത് കുട്ടികൾ തന്നെ കുട്ടികൾ തന്നെ മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ടു ഡെവലപ്പ് ലാംഗ്വേജ്. കുട്ടികൾ തന്നെ, അതായത് സ്റ്റുഡൻസ്, അവരുടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഒരു എഫേർട്ട് ഇത് ചെയ്യുന്ന സാധനം എന്ത്? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. സീയിങ് ദ സ്റ്റുഡൻറ്റ് ആസ് എ ഹോൾ പേഴ്സൺ, സ്റ്റുഡൻറ്റ് സിറ്റിംഗ് ഇൻ എ സർക്കിൾ ആൻഡ് എൻകറേജിങ് ദം ടു യൂസ് ദെയർ ഫീലിംഗ്, ഇൻ്റലക്ട്, റിലേഷൻഷിപ്സ് ആൻഡ് റിയാക്ഷൻസ്. കുട്ടികളെ എന്തെടുത്തും ഒരു സർക്കിൾ രൂപത്തിൽ ഇരുത്തിയിട്ട് കുട്ടികളെ അവരുടെ പരസ്പരം ഒരുപാട് കാലം അങ്ങോട്ട് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ CLL എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. നോ സിലബസ് ഓർ ടെക്സ്റ്റ് ബുക്ക് ടു ഫോളോ. ഇതിന് പ്രത്യേകിച്ച് സിലബസോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ബിക്കോസ് വി നോ ദാറ്റ് ദീസ് ഓൾ മെത്തേഡ്സ് കംസ് അണ്ടർ ടു ലേൺ എ ലാംഗ്വേജ് അല്ലേ? ലാംഗ്വേജ് പഠിക്കാനുള്ള സാധനം എല്ലാം വരുന്നത്. അതുകൊണ്ട് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൻ്റെയോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു സ്പീക്കിംഗ് എന്നുള്ള അതായത് കുട്ടികൾ സംസാരിക്കാൻ പഠിക്കാമെന്നുള്ള ഒരു ഇത് വെച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ. Okay, then no syllabus or textbook to follow. Students determine the content of the lesson by means of meaningful conversation. അതിവിടെ എന്താണ്? കുട്ടികൾ പ്രത്യേക ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് കൊടുക്കും, അതിനെക്കുറിച്ച് സംസാരിക്കും. ആ സംസാരിക്കുന്നതിൽ അവർ എന്ത് ചെയ്യും? അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം, ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. ഇൻകോർപ്പറേറ്റ്സ് ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ടെക്നിക്സ്. ഒരു ട്രാൻസ്ലേഷൻ വരും, അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ വരും, അതുപോലെ തന്നെ എന്ത് വരും? ഇവിടെ റെക്കോർഡിംഗ് ടെക്നിക്സൊക്കെ ഈ ഒരു മെത്തേഡിൽ വരുന്നതാണ്. ഇത് എപ്പോഴാണ് ഈ സാധനം വന്നത്? പിന്നെ ഇതിൽ ഒരു മെയിൻ നോക്കുന്നത് ഇതിൻ്റെ ആളാണ്. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ആൾ ചാൾസ് ആദർ ഖുറാനാണ്. CA ഖുറാൻ കേട്ടോ. CA ഖുറാനാണ് ഇതിൻ്റെ ആൾ. ഇത് ഒരു 4-5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് റെഡ് മാർക്ക് കൊടുത്തത് കേട്ടോ. ചാൾസ് A ഖുറാനാണ് ഈ ഒരു സാധനം. അതായത്
നമ്മുടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൊണ്ടുവന്നത് ഈ ചങ്ങായിയാണ് കേട്ടോ. അപ്പോൾ അത് മറന്നുപോയത് ഒരിക്കലും ഓർത്ത് വെക്കണം. എംഫസൈസസ് ദ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ദ ലേണിംഗ് ഗ്രൂപ്പ്. ഇവിടെ എന്താണ്? എംഫസൈസസ് ദ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഇൻ ദി ലേണിംഗ് ഗ്രൂപ്പ്. എൻകറേജസ് ഇൻട്രാക്ഷൻസ് ആസ് എ വെഹിക്കിൾ ഫോർ ലേണിംഗ്. ഇവിടെ എന്താ ഇതിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇതെന്താണ്? ഇൻട്രാക്ഷൻസ് ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് ഇവർ പഠിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റം ചെയ്യുന്നത്. ഓക്കെ. കൺസിഡേഴ്സ് ആസ് എ പ്രയോറിറ്റി ദ സ്റ്റുഡൻസ് ഫീലിങ്സ്. ഇവിടെ എന്താ പ്രയോറിറ്റി കൊടുക്കുന്നത്? എന്തിനാണ്? കുട്ടികളുടെ ഫീലിങ്സിന് ഇവിടെ എന്താ കൊടുക്കുന്നത്? ഇവിടെ പ്രയോറിറ്റി ഇവർ കൊടുക്കുന്നത്. Theories of learning. Quran's counseling experience led him to conclude that the techniques of counseling could be applied to learning in general and to language teaching in particular. He opposed to existing views in learning. Putative learning focus on intellect and ഇത് രണ്ടും ആ സമയത്ത് ടൈപ്സ് ഓഫ് ലേണിംഗ് ആണ്. ഒന്ന് പ്യൂട്ടേറ്റീവ് ലേണിങ്ങും രണ്ടാമത്തത് അനിമൽ ലേണിങ്ങും. ഈ പ്യൂട്ടേറ്റീവ് ലേണിംഗ് എന്താ? ദ ഇൻ്റലക്ച്വൽ ആൻഡ് ഫാക്ച്വൽ പ്രോസസ് അലോൺ ആസ് മെയിൻ ഇൻറ്റൻറ്റ് ഓഫ് ലേണിംഗ്. അതായത് ഇവിടെ ഫാക്ച്വലും ഒരു ഇൻ്റലക്ച്വൽ മാത്രം ലേണിംഗ് നടക്കുന്നത് എന്തിൽ? പ്യൂട്ടേറ്റീവ് ലേണിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ അനിമൽ ലേണിങ്ങിലാണെങ്കിലോ ഇറ്റ് ഇസ് എൻറ്റയർലി ബിഹേവിയർ ലേണിംഗ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത് റിപ്പീറ്റ് ചെയ്യുക, അതാണ് ബിഹേവിയർ ലേണിംഗ് അല്ലെങ്കിൽ അനിമൽ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ വിച്ച് ലേണേഴ്സ് ആർ പാസീവ് ആൻഡ് ദെയർ ഇൻവോൾവ്മെൻറ്റ് ലിമിറ്റഡ്. അതുകൊണ്ടാണ് ഇത് രണ്ടിൻ്റെയും ആ ഒരു യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു മെത്തേഡ് ചാൾസ് ആർതർ ഖുറാൻ എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. Okay, Searle advocates holistic approach to language learning. Since true human learning is both cognitive and affective, this is termed whole person learning. The learning of language compared to growth. എങ്ങനെയാണ് ഒരു കുട്ടി ലാംഗ്വേജ് പഠിക്കുന്നത്? നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് എടുത്ത് വിട്ട് പോവാം. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം HSA ഒക്കെ ഉണ്ടാക്കിയ ഒരു നോട്ടാണ് ഇത്. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. പിന്നെ ആളെ പേര് ഓർത്ത് വെക്കുക. ഞാൻ ഇത് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമുക്ക്. The method emerged as a reaction against the various demerits of grammar translation method is GTM. അതായത് ഫസ്റ്റ് നമ്മളെ പഴയ മെത്തേഡ്. ഇതിന് വേറെ രണ്ട് പേരുണ്ടായിരുന്നു, എന്തൊക്കെ ഓർമ്മ ഉണ്ടോ? GTMൻ്റെ വേറെ രണ്ട് പേരുകൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? It starts with the C. Question paper ആണോ? classical method or question method അങ്ങനെ method അല്ല, classical method. Okay, then next one. Okay. ഒരു മെത്തേഡ് ഒരു പേരും കൂടെ പറയാം സാധനത്തിന്. എന്തായിരുന്നു പേര്? Oldest ട്രഡീഷണൽ മെത്തേഡ്. ഓക്കെ, അതിന് പേരല്ല, നമ്മൾ രണ്ട് പേരുകൾ പറയും. ക്ലാസിക്കൽ മെത്തേഡ് ഒരു മെത്തേഡ്, ഒരു പേരും കൂടെ പറയാം. തന്നെ ഓർക്കും ഓർമ്മ വേണ്ടി ഓർത്തെടുക്കാം. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ക്ലാസിക്കൽ മെത്തേഡ്? എന്തോ ക്ലാസിക്കൽ മെത്തേഡ് വിളിക്കുന്ന പേരെന്താ? അതിന് റീസൺ ഉണ്ടായിരുന്നു. എന്താ റീസൺ? വെച്ചത് ക്ലാസിക്കൽ ലാംഗ്വേജ് ക്ലാസിക്കൽ ലാംഗ്വേജ് അറിയപ്പെടുന്ന ലാംഗ്വേജിലൊക്കെയാ ഇംഗ്ലീഷും ക്ലാസിക്കൽ ലാംഗ്വേജ് അല്ല. ക്ലാസിക്കൽ ലാംഗ്വേജ് അറിയപ്പെടുന്നത് ഗ്രീക്കും ലാറ്റിനുമാണ്. അതായത് BC ആ ഒരു ഹിസ്റ്ററി BC 4th സെഞ്ച്വറിയിലൊക്കെ സമയത്ത് ഏറ്റവും ആൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അരിസ്റ്റോക്രാറ്റിക് പീപ്പിളും ഏറ്റവും നല്ല ഹൈ ലെവൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആയിരുന്നു ഗ്രീക്കും ലാറ്റിനൊക്കെ. ആ സമയത്ത് എഴുതുന്നത് മൊത്തം ഗ്രീക്കും ലാറ്റിനിലായിരുന്നു. ഓക്കെ, ഹു ആർ കോൾഡ് ഗ്രീക്ക് ട്രജേഡിയൻസ് ആരൊക്കെയാ? ഗ്രീക്ക് ട്രജേഡിയൻസ് എന്ന് വിളിക്കുന്ന മൂന്നാൾക്കാരൊക്കെയാ? നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാൾക്കാരും പേരും. എസ്കിലസ്, യൂറിപ്പിഡസ്, സോഫോക്ലിസ്. ഇത് മറന്നു പോകട്ടോ. അതൊക്കെ നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ. അതൊക്കെ ഗ്രീക്ക് ട്രജേഡിയൻസ്, ഗ്രീക്ക് കൊമേഡിയൻസ്, വാട്ട് ഇസ് ഗ്രീക്ക് ഫിലോസഫി, ഗ്രീക്ക് ക്ലാസിസം, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ. അതൊക്കെ ഒന്നും നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സാധനങ്ങളല്ല. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം ആൻസർ എന്താ? ദ മെത്തേഡ് എമേർജ്ഡ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ദ വേരിയസ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഈസ്. ഏത് മെത്തേഡാണെന്നത്? ഈ GTMന് ബദലായിട്ട് വന്ന മെത്തേഡ് പേരെന്താ? Direct method. Very good. Direct method. Next one. In which method audio visual aids are used extensively?
ഓഡിയോ വിഷ്വൽ എയ്ഡ് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതായിരുന്നു? ALM, ഡയറക്റ്റ്, ബൈലിംഗ്വൽ, ക്ലാസിക്കൽ. ഏതിലാ ഓഡിയോ വിഷ്വൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ALM-ലാ ആണോ? ഡയറക്റ്റ് മെത്തേഡിലല്ലേ? ഡയറക്റ്റ് മെത്തേഡിൽ എന്താ ഇതെന്താ ഡയറക്റ്റ് മെത്തേഡിലുള്ള സംഭവം എന്താ? വി കാൺഡ് യൂസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മദർ ടങ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പോയിന്റ് പറഞ്ഞ് ഓർക്കുന്നുണ്ടെങ്കിൽ, ബട്ട് വി ക്യാൻ യൂസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യണം? സാധനങ്ങൾ അവർക്ക് ഇത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കാണിക്കാൻ പറ്റാത്ത സാധനം എന്ത് ചെയ്യണം? ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിപ്പിക്കണം. മറന്നു പോകണ്ട കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്? ഏതാ? ഏതേക്കാരം ഏറ്റവും ഓൾഡസ്റ്റ് മെത്തേഡ് ഏതാ? GTM അല്ലേ? ദ ടീച്ചർ ഫങ്ഷൻസ് ആസ് എ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗിൽ ടീച്ചർ എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ആണോ, റോൾ മോഡൽ ആണോ, കൗൺസിലർ ആണോ, അഡ്വൈസർ ആണോ? ഏതായിട്ടാ? കൗൺസിലർ. അടുത്താണ് വാട്ട് ഈസ് ALM? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. ഏതാ? അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്. നെക്സ്റ്റ് വൺ, ദ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വെയർ സ്റ്റുഡൻസ് ലേൺ ഇൻ എ ക്ലോസ് നൈറ്റ് കമ്മ്യൂണിറ്റി വിത്ത് ടീച്ചർ കൗൺസിലർ ഈസ്. The method of language teaching where students learn in a close night community with the teacher as a counselor is. ഏതാ മക്കളെ? പഠിച്ചില്ല നമ്മള്. CL അല്ലേ? അടുത്തത്, ഐഡന്റിഫൈ ദ ഫോളോയിങ് അപ്രോച്ചസ് വിത്ത് ദർ ഫീച്ചേഴ്സ്. സ്ട്രക്ചറൽ അപ്രോച്ച്, ഡയറക്റ്റ് മെത്തേഡ്, ഡിസ്കോഴ്സ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, സെൻറ്റൻസസ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. ഏതാ? ഡയറക്റ്റ് മെത്തേഡ് നോക്കിയാൽ നിങ്ങൾ. അത് ഏതെങ്കിലും 2-3 ശരിയായാൽ മതി. എന്നാൽ തന്നെ ആൻസർ കിട്ടും അതിൻ്റെ. നിങ്ങൾക്ക് ഫുള്ള് കാണുന്നില്ല. ഓപ്ഷൻ ഡി കാണുന്നുണ്ട്. ഓപ്ഷൻ ഡി അതെന്താ സ്ലൈഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ? പക്ഷെ ലാപ്പിലിടുമ്പോൾ കാണാറുണ്ട് കേട്ടോ. എന്താ മൊബൈലിടുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല. നിങ്ങൾ ഫുള്ള് പഠിച്ചിട്ടില്ല, ഇതിലെല്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ല. സ്ട്രക്ചറൽ അപ്രോച്ച് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ എന്നാലും 2 വെച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് നിങ്ങൾക്ക് അറിയാം, ഡയറക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. GTM-ൻ്റെ ഫീച്ചർ എന്താ അതിൽ നോക്കി? ബി വരുന്ന ഏതേ കാരം? സോറി, സി. BLSC. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിൻ്റെ സംഭവം എന്തായിരുന്നു? അത് ജസ്റ്റ് വായിച്ചു നോക്കിയ ഓപ്ഷൻസിൽ. ഫോക്കസ് ഓൺ റിട്ടൺ ഓർ ലാംഗ്വേജ്. അപ്പോൾ സി എന്താണ്? 1 ആണ്. അതിൽ C1 വരുന്നത് ഏതൊക്കെയാ? 2 വരുന്നത് സി. എയും ബിയും വരുന്നത് എന്താണ്? C1 ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഡയറക്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഡയറക്റ്റ് മെത്തേഡ് ഗ്രാമർ ഈസ് ടോട്ട് ഇൻഡക്റ്റീവ്ലി അല്ലേ? എന്താണ് ഡയറക്റ്റ് മെത്തേഡ്? എന്തായിരുന്നു? ആദ്യം കുട്ടികൾ എന്ത് പഠിപ്പിക്കും? അതിൻ്റെ ഫോം പഠിപ്പിക്കും, അതിൻ്റെ സ്ട്രക്ചർ പഠിപ്പിക്കും, പിന്നെ എന്ത് പഠിപ്പിക്കുന്നത്? അതിൻ്റെ യൂസ് പഠിപ്പിക്കുന്നത്. ഡിഡക്റ്റീവ്ലി അല്ല. അപ്പോൾ എന്തെങ്കിലും ആൻസർ ബി. സിമ്പിൾ അല്ലേ? അല്ല നിങ്ങൾ എല്ലാം അറിഞ്ഞോ നിർബന്ധമില്ല. ഏതെങ്കിലും 2 നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താം കേട്ടോ. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് വെയർ ദ ടാർഗറ്റ് ലാംഗ്വേജ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ കൾച്ചറൽ ഐലൻഡ് ഇൻ ദ ക്ലാസ് റൂം? ഗ്രാമർ ഈസ് ഇൻഡക്റ്റീവ്ലി ടോട്ട് ആൻഡ് ലേണേഴ്സ് ആർ എൻകറേജ്ഡ് ടു മേക്ക് ദെയർ ഓൺ ജനറലൈസേഷൻ അബൌട്ട് ഗ്രാമർ റൂൾസ്. ഏതായിരുന്നു? What is the method of language teaching where the target language is exclusively used to maintain a cultural island in the classroom? Grammar is inductively taught. And learners are encouraged to make their own generalization about grammar rules. Direct method or inductive method use cheyyunnathu? Which of the following statement are true? GTM was most popular method of teaching language till the emergence of direct method. True ആണോ? GTM ആയിരുന്നു ഡയറക്റ്റ് മെത്തേഡ് വരുന്നവരെ ഏറ്റവും ഇതുണ്ടായിരുന്നത്. ട്രൂ അല്ലേ?
ട്രൂ ആണ്. ഡയറക്റ്റ് മെത്തേഡ് അവോയ്ഡ്സ് യൂസ് ഓഫ് L1 ഇൻ L2 ലേണിംഗ്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ L1 എന്ന് പറഞ്ഞാൽ എന്താ, ലാംഗ്വേജ് 1 എന്തായിരുന്നു, മദർ ടങ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു ഇൻ L2 ലേണിംഗ്. ട്രൂ അല്ലേ? യെസ് ട്രൂ ആണ്. 3 നോക്കുക. ടീച്ചേഴ്സ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻസ് ഈസ് മിനിമൽ ഇൻ ദ സൈലന്റ് മെത്തേഡ്. ടീച്ചേഴ്സ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ എന്താ, ടീച്ചറുടെ ഇൻ്റർവെൻഷൻ കുറവാണ് സൈലന്റ് മെത്തേഡിലെ, ആണോ? ആണ്. അപ്പോൾ 3യും കറക്റ്റാണ്. ദ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ക്യാൻ ബി റിലേറ്റഡ് ടു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നമ്മൾ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് എന്ത് ചെയ്യാം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി കണക്ട് ചെയ്യാൻ പറ്റൂലേ? പറ്റൂല്ലേ? കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് പറഞ്ഞാൽ തന്നെ എന്താണ്, കുട്ടികളൊരു സൊസൈറ്റി, കുട്ടികളൊരു ഗ്രൂപ്പിൽ പറയുന്നതല്ലേ. അപ്പം ആൻസർ എന്താ? All statements are true. Very good. The humanistic approach is specifically turned to. വേഗം വായിച്ചു നോക്കി, സമയമില്ല. എന്താ? Mastery of academic discipline with all of their characters and features. Application of learned concepts structure into new situation. Process that enables students to discover structures for themselves. A process where a sequence is taught along with how to present related concepts. ഇതിലേതാ humanistic approach വരുന്നത്? enables the students to discover structure for themselves. അതാണ് കേട്ടോ. അടുത്തത്, the GTM method does not pay attention to the teaching of. Remember. Pronunciation, very good. TPR was developed by. ഇതൊക്കെയാണ് പറഞ്ഞത് ക്ലാസ് എടുത്ത സമയത്ത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചത്. ജെയിംസ് ആഷർ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. സൈലന്റ് വേ, ചാൾസ് എ ഖുറാൻ, സെസ്റ്റോപീഡിയ, ജോർജ് ലെസനോവ്, CLL, ജെയിംസ് ആഷർ, TPR, ഗലബ് കട്ടേഗ്നോ. ഏതാ കറക്റ്റ് പേര്? സെസ്റ്റോപീഡിയ, ജോർജ് ലെസനോ. വെരി ഗുഡ്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് എംഫസൈസസ് ലേണർ ഓട്ടോണമി. കുട്ടികളുടെ ഓട്ടോണമി വരുന്ന ഏതിലാണ്? TPRലാണോ, CLLാണോ, സൈലന്റ് വേലാണോ, സെസ്റ്റോപീഡിയയിലാണോ? ഏതാണ് കുട്ടികൾ പഠിക്കുന്നത്? വെരി ഗുഡ്. സൈലന്റ് വേല കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. മറ്റു വാക്കുകൾ എന്തെങ്കിലും ടീച്ചറുടെ ഇന്റർവെൻഷൻ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് യൂസ് റിലാക്സേഷൻ ആസ് എ ലേണിംഗ് ടെക്നിക്ക്. റിലാക്സേഷൻ വരുന്നില്ല. ഡിം ലൈറ്റ് മ്യൂസിക്. ഡിം ലൈറ്റ് മ്യൂസിക് വരുന്നത് റിലാക്സേഷൻ വരുന്നതിലാണ് സെസ്റ്റോപീഡിയ. വെരി ഗുഡ്. അടുത്ത സ്ട്രക്ചറൽ അപ്രോച്ച് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ടീച്ചിങ് ദ ലേണർ സെർട്ടൈൻ സെലക്റ്റഡ് സ്ട്രക്ചേഴ്സ് ത്രൂ കോണ്ടെക്സ്റ്റ്. ഒരു ആരെപ്പോഴൊക്കെ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിൽ നിന്ന് വിളിക്കുന്ന പേരാണ് നമ്മൾ സ്ട്രക്ചറൽ അപ്രോച്ച്. ദ ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് പാറ്റേൺസ് ഓഫ് വേർഡ്സ് കോൾഡ് സ്ട്രക്ചേഴ്സ്. അതായത് കുട്ടികൾക്ക് ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ടാവും. അത് ആ സ്ട്രക്ചറിലൂടെ മാത്രമേ കുട്ടികൾ പഠിച്ചു പോവുള്ളൂ. വേറെ കുട്ടികൾ സ്ട്രക്ചറിൽ വേറെ മാറ്റി ചിന്തിക്കാൻ ഒന്നും കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. ബട്ട് ഇറ്റ് കംസ് ടു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് സ്ട്രക്ചർ അപ്രോച്ച്? അതിൽ മാറ്റം എന്താ? ഹ്യൂമനിസ്റ്റിക്കിലും സ്ട്രക്ചർ അപ്രോച്ചിലും മാറ്റം എന്താ? വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, സ്റ്റുഡൻസ് ക്യാൻ ചൂസ് ദെയർ കോഴ്സ് അല്ലേ. അവർക്ക് അവരുടെ കോഴ്സ്, അവരുടെ ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട്. ബട്ട് ഇവിടെ എന്തില്ല, അതില്ല. ഇവിടെ ആ സ്ട്രക്ചറിലൂടെ മാത്രം പോകണം കുട്ടികൾ. ഇതിൽ നമ്മൾ ഈ അൺഎയ്ഡഡ് സ്കൂൾ പഠിപ്പിക്കുന്ന പോലെ ഓറൽ പ്രാക്ടീസ് ഓഫ് സ്ട്രക്ചേഴ്സ് ഓൺ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റുകളുണ്ടാവും. അതത്ര തന്നെ. വേറെ ഇപ്പോൾ എന്താ പഠിക്കാനുള്ളത്? ഇത് സ്ട്രക്ചറൽ അപ്രോച്ച് നോക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചും അത്ര കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഓൾസോ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. ഈ ഇതാണ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ കൊല്ലം HSK വന്നിട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചും വന്നു, സൈലൻറ്റ് വേയും കഴിഞ്ഞ പ്രാവശ്യം HSK ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രാവശ്യം HSK എഴുതുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തോളി. ക്വസ്റ്റ്യൻ വരാൻ ഏരിയയിൽ ചാൻസ് വരും. അഡ്വാൻറ്റേജസ് നോക്കോ. സ്ട്രക്ചറൽ അപ്രോച്ച് ഫോമിങ് സീസ്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിൽ വേണ്ട സാധനങ്ങൾ ഇപ്പം എന്താ? കുറച്ച് എഴുതി കഴിഞ്ഞപ്പോൾ അത് വിട്ടിട്ട് നോട്ട് സ്പെസിഫിക്കലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോട്ട് സ്പെസിഫിക്കലി ഗിവൺ സിലബസ് ബട്ട് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ്. അതായത് HSKക്കും കൊടുത്താണ്. അതായത് നിലവിൽ ഈ സാധനങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ESL, EFL, EGP, ESP ഇതിനൊക്കെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്.
ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ESL ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ESL ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വാട്ട്സ് എ ഫുൾ ഫോം ഓഫ് ESL. അതായത് ഇത് ESL എന്ന് പറഞ്ഞ സാധനം നമ്മുടെ SSA സിലബസ് SSA ആയ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഏത് ലാംഗ്വേജ് ആയിട്ടാ? ഇംഗ്ലീഷ് ഏത് ലാംഗ്വേജാ? ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ആണോ സെക്കൻഡ് ലാംഗ്വേജ് ആണോ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മളിപ്പോൾ SLC പഠിക്കൂലേ, നമ്മളിപ്പോൾ ഗ്രേഡ് 1 to 10 പഠിക്കൂലേ, ആ സമയത്ത് നമുക്ക് നമ്മളെ SLC ബുക്കിലൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ലാംഗ്വേജ് ഏതാ? മലയാളം അല്ലെങ്കിൽ അറബിയാണ് ഫസ്റ്റ് ലാംഗ്വേജ്, അതാണ് മദർ ടങ്. അത് മറ്റുള്ള സ്റ്റേറ്റ് വരുന്ന സമയത്ത് അവിടുത്തെ മദർ ടങ് അതാണ് ഫസ്റ്റ് ലാംഗ്വേജ് വരിക. സെക്കൻഡ് ലാംഗ്വേജ് ഏതാ? സെക്കൻഡ് ലാംഗ്വേജ് കമ്പൽസറി ഫോർ ഓൾ ദ ഗ്രേഡ്സ്. സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവരും കമ്പൽസറിയാണ്. ഇംഗ്ലീഷാണ് സെക്കൻഡ് ലാംഗ്വേജ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. ESL എന്ന് പറഞ്ഞ സിസ്റ്റം വന്നത് നമ്മളെ ഏത് വർഷം മുതലാണ് ഡേറ്റിന് ഓർമ്മ, 2000, അതായത് എല്ലാ ക്ലാസ്സിലും കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഗ്രേഡ് 1 ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ, ആ ഒരു സിസ്റ്റം വന്ന് 2000 വർഷം കറക്റ്റ് മുകളിൽ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ഇംഗ്ലീഷ് എല്ലാ ക്ലാസ്സും പഠിപ്പിക്കാറില്ലായിരുന്നു, ഹയർ ഗ്രേഡിൽ മാത്രം ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ടാവുള്ളൂ. അതായത് ഗ്രേഡ് 1, 2, 3 ഇംഗ്ലീഷ് ഇല്ലാതെ എൻ്റെ ഓർമ്മ. അപ്പോൾ ES എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ്. EFL ആണ് ഇംഗ്ലീഷ് ആസ് ഫോറിൻ ലാംഗ്വേജ്. EGP ഇംഗ്ലീഷ് ഫോറിൻ ജനറൽ പർപ്പസ് അക്കാദമിക്സ്. പിന്നെ ISO ഒന്നും വേണ്ട, IELTS ഒന്നും വേണ്ട. ഇത് രണ്ടും ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഈ ESLും EFLും മറന്നു പോകണ്ട. പിന്നെ എറ്റിമോളജി എന്താണ്? സ്റ്റഡി ഓഫ് ദി ഒറിജിൻ ഓഫ് വേർഡ്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്സ്. അതായത് നമ്മുടെ വേർഡിൻ്റെ ഒറിജിൻ തേടി പോകുന്നു. അപ്പോൾ നമ്മൾ വെൻ വി ഗോ ടു മാൻഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താ? മാൻഷൻ എന്താ മീനിങ്? കലവറ. മാൻഷനോ? കൊട്ടാരം അല്ലേ. പാലസിൻ്റെ മീനിങ്ങോ? പാലസും കൊട്ടാരാണ്, മാൻഷനും കൊട്ടാരാണ്. ബട്ട് ദീസ് ടു വേർഡ്സ് ആണ്. ഈ മാൻഷൻ എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന് ഒറിജിൻ ചെയ്തത്? അതിൻ്റെ ഒറിജിൻ ഇവിടെ അറിയാം എനിക്ക്. മാൻഷൻ എന്ന് പറഞ്ഞാൽ മാൻഷൻ ഈസ് ഇൻ ഇംഗ്ലീഷ് വേർഡ്, വി നോ ദാറ്റ്. ബട്ട് അതെന്ത് ചെയ്താണ്? നമ്മൾ അഡോപ്റ്റ് ചെയ്താണ് ആ വേർഡ്. എവിടെ നിന്ന്, ഏത് ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്ത വേർഡാ? ഫ്രഞ്ച് ലാംഗ്വേജിലുള്ള ഒരു വേർഡാണ് മാൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാൻഷൻ്റെ റൂട്ട് വേർഡ് അല്ലെങ്കിൽ മാൻഷൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് ലാംഗ്വേജ് എന്നാണ്. അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. നമ്മൾ ഇത് പഠിച്ച സമയത്ത് ഫോണറ്റിക്സ് അല്ല, നമ്മൾ ഏജസ് പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ആംഗ്ലോ സാക്സൺ പീരീഡിലുള്ള സമയത്ത് ഫ്രഞ്ച് വന്ന് ഇൻവേഡ് ചെയ്തു ഇംഗ്ലണ്ടിനെ. ഓർമ്മയുണ്ടോ പഠിച്ചത്? അങ്ങനെ ഒരു ടോപ്പിക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം കുറച്ച് ആംഗ്ലോ സാക്സൺ പീരീഡ് സമയത്ത് ആദ്യം റോമൻ ഇൻവേഷൻ ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് ആംഗ്ലസും സാക്സൺസും അങ്ങോട്ട് വന്നു. അതിന് ശേഷം ലാസ്റ്റാണ് ഇത് ഫ്രഞ്ച് ഇൻവേഷൻ വരുന്നത്. ആംഗിൾ ഓഫ് നോർമാൻഡി ഓർമ്മയില്ല? അപ്പോൾ അതുപോലെ അങ്ങനെ വന്ന ഫ്രഞ്ച് ഇൻവേഷൻ്റെ സമയത്ത് വന്ന കുറച്ച് വേർഡുകളാണെന്ത് ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്ത വേർഡാണെന്ത് മാൻഷൻ. അങ്ങനെയുള്ള വേർഡ്സിൻ്റെ ഒറിജിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതാണെന്ത് ഒരു ബ്രാഞ്ചാണ് എന്ത് എറ്റിമോളജി കേട്ടോ. മറന്നു പോകും. ഫോണോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് സൗണ്ട് പാറ്റേൺസ് ഓർ സ്പീച്ച് സൗണ്ട്സ് ഫോണോളജി. സെമാൻറ്റിക്സ് എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ദി മീനിങ് ഓഫ് വേർഡ്സ്. ഡയലക്റ്റ് എന്താ? ഡയലക്റ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്, ഓർത്ത് വെച്ചൊന്നും മറന്നു പോകണ്ട കേട്ടോ. ഡയലക്റ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ ചോദിക്കാൻ ചാൻസതാണ്. അത് ഡയലക്റ്റ് എന്താ? ഡയലക്റ്റ് എന്ന് പറഞ്ഞാൽ റീജിയണൽ ഡയലക്റ്റ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരുപാട് ഡയലക്റ്റുകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ സംസാരിക്കുന്ന ഡയലക്റ്റ് അല്ല നമ്മൾ മലപ്പുറത്ത് സംസാരിക്കുന്നത്. മലപ്പുറത്ത് സംസാരിക്കുന്ന ലാംഗ്വേജ് അല്ല നമ്മളിവിടെ ഒരു കോഴിക്കോട് കണ്ണൂർ ഭാഗത്തിൽ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു വേറെ ഡയലക്റ്റാണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു പേര് പഠിക്കുന്ന സമയത്ത് ആൽബിൻ റോയ് എന്ന് പറയും. അവന് കണ്ണൂർക്കാരനാണ്. ഓൻ്റെ ലാംഗ്വേജ് വേറൊരു ടൈപ്പാണ്. അതുപോലെ എൻ്റെ കൂടെ വേറെ കുട്ടിയുണ്ടായിരുന്നു, തൃശ്ശൂരിൽ കുട്ടിയുണ്ടായിരുന്നു. ഓരോ ലാംഗ്വേജ് വേറെ ടൈപ്പാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും എന്താണ് ഓരോ ഡയലക്റ്റുകളുണ്ടാവും. സെയിം ലാംഗ്വേജ് ആയിരിക്കും, പക്ഷേ വെറൈറ്റി ഓഫ് ഇതുണ്ടാവും, റീജിയണൽ വെറൈറ്റി ഉണ്ടാവും. ദെൻ സോഷ്യലക്റ്റ് എന്താ? സോഷ്യൽ വെറൈറ്റി. സോഷ്യലക്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സൊസൈറ്റികൾക്ക് ഓരോ ലാംഗ്വേജുകളുണ്ടാവും. അതിപ്പോൾ മുസ്ലിംസിന് വേറെ ഒരു ടൈപ്പ് ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ സൊസൈറ്റിയിൽ സംഭവം ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് സോഷ്യോലക്റ്റ്. ഇഡിയോലക്റ്റ് എന്താ? ഇഡിയോലക്റ്റ് ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ചെയ്യട്ടെ. ഇഡിയോലക്റ്റ് എന്താ? ഇൻഡിവിജ്വൽ വെറൈറ്റികളുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ അതിന്
ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സെറ്റിനോ ടെറ്റിനോ ആണ് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ വന്നത്. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഒരാൾ സംസാരിക്കുന്ന ഇടയ്ക്ക് അയാളുടെ സംസാരത്തിൽ യു നോ യു നോ യു നോ ആ ഒരു വേർഡ് കയറി വന്നു. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലോ, നമുക്ക് എന്ത് വാക്ക് കിട്ടാത്ത സമയത്ത് നമ്മൾ എന്ത് പറയും, നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കയറും യു നോ ദാറ്റ്, യു നോ അല്ലെങ്കിൽ ലെറ്റ് മീ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ വേർഡുകളുണ്ടാവും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാൻ കിട്ടാത്ത സമയത്ത് നമ്മൾ ആ വേർഡ് ഇങ്ങനെ ഫ്രീക്വൻ്റ് യൂസ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരെന്താണെന്നായിരുന്നു, ആ ഒരു സ്റ്റേം വിളിക്കുന്ന പേരെന്തായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നത്. അന്ന് അതിൻ്റെ പേരെന്തായിരുന്നു, ഇഡിയോലെക്റ്റാണ് കേട്ടോ, മറന്നു പോകേണ്ട, ഇഡിയോലെക്റ്റാണ്. ലാംഗ്വേജ് രജിസ്റ്ററാണ് വെറൈറ്റി ഓഫ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ സോഷ്യൽ സെറ്റിങ്സ്. രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോ സെറ്റിങ്സിൽ ഉപയോഗിക്കുന്ന വേർഡുകളെന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വേറെ സംഭവം രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഫീൽഡുമായി ബന്ധപ്പെട്ട് കുറേ ടേംസുകളുണ്ടാവും. ഇപ്പം മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് കുറേ ടേംസുകളുണ്ടാവും. അതുപോലെ ടീച്ചിങ് ഫീൽഡുമായി ബന്ധപ്പെട്ട് കുറേ ടേംസുകളുണ്ടാവും. ഇപ്പോൾ നമ്മളെ ടീച്ചിങ് ഫീൽഡ് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പറഞ്ഞാൽ ഒരാൾ ലെസൺ പ്ലാൻ, ഇത് നമ്മൾ ടീച്ചിങ് ഫീൽഡിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ലേ, വേറെ ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട്. ലെസൺ പ്ലാൻ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബിഹേവിയറിസം, സ്ട്രക്ചറലിസം, ഇതൊക്കെ വേറെ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ വെൻ ഇറ്റ് കംസ് ടു മെഡിക്കൽ ഫീൽഡ് ദേ വിൽ യൂസ് സം ടേംസ്. പിന്നെ ഓരോ ഫീൽഡുകൾക്ക് ഓരോ ടേമുകളുണ്ട്. അവർ ഉപയോഗിക്കുന്ന ഭാഷകളുണ്ട്. വിളിക്കുന്ന പേരുണ്ട് രജിസ്റ്റർ. ഓക്കെ, ലാംഗ്വേജ് രജിസ്റ്റർ. ദെൻ പിജിൻ. വാട്ട് ഇസ് പിജിൻ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. അത് ഇതിൽ കൊടുത്ത എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ഒറ്റ പ്രീവിയസ് ചോദിക്കാത്തില്ല. വാട്ട് ഇസ് പിജിൻ? എന്താ പിജിൻ? എന്താണ് പിജിൻ? അതായത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കണ്ണൂർ കഴിഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തുണ്ടല്ലോ, ഇത് തന്നെ കണ്ണൂർക്കാരത്തികളുണ്ടല്ലോ. ഷംല കണ്ണൂർക്കാരത്തിയല്ലേ? ഷംല ഉണ്ടോ ക്ലാസ്സിൽ? ഷംല ഉണ്ടല്ലോ, ഷംല ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? ഇതാരും കണ്ണൂർക്കാർ അറിയുന്നുണ്ടോ? കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുനിന്ന് അറിയുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, ഞാൻ സ്റ്റേറ്റ് പോയി വെക്കുന്ന സ്ഥലം, ജുനൈദ് എന്ന് പറയും, എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ്. ഓന് കാസർഗോഡാണ് എൻ്റെ സ്ഥലം. കാസർഗോഡ് ഓൻ്റെ സ്ഥലം കാസർഗോഡും മറ്റേ നമ്മളെ ഈ കർണാടക ഉണ്ടല്ലോ അതിൻ്റെ ബോർഡറിൽ അവൻ്റെ വീട്. അപ്പോൾ ഓലെന്ത് ഉപയോഗിക്കും, ഒരു വേറെ ലാംഗ്വേജ് ഉപയോഗിക്കും ഇടയ്ക്ക്. അതായത് മലയാളമല്ല എന്നാലോ കന്നഡയല്ല, ആ രണ്ടിൻ്റെ ഇടയിലുള്ള ലാംഗ്വേജ് ഉപയോഗിക്കും. അങ്ങനെ ഉള്ള ലാംഗ്വേജ് വിളിക്കുന്ന പേരാണെന്ത്, പിജിൻ. പിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പിജിൻ എന്താ പിജിന്? ന്യൂ ലാംഗ്വേജ് ഫോംഡ് ബൈ ദ മിക്സ് ഓഫ് ടു ലാംഗ്വേജ്. രണ്ട് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഒരു മിക്സ്ഡ് ലാംഗ്വേജ് ഉണ്ടാക്കുമല്ലോ, അതിന് വിളിക്കുന്ന പേരാണെന്ത്, പിജിൻ എന്ന് പറയുന്നത് കേട്ടോ. മറന്നു പോകണ്ട, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയിക്കോളി ഞാൻ പറഞ്ഞ സംഭവങ്ങൾ. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ്, ഹോമോണിംസ്. വാട്ട് ഈസ് ഹോമോഫോൺസ്? ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ ഹോമോഫോൺ എന്ന് പറഞ്ഞാൽ? സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീനിങ്. ന്യൂ നെക്സ്റ്റ് വൺ ന്യൂ. വാട്ട്സ് ദ ഡിഫറെൻറ്റ്? വാട്ട്സ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് രണ്ടും സെയിം ആണ്, പക്ഷേ നമ്മൾ മാറ്റം എന്താ? ഒന്നെന്താണ് പുതിയത് അല്ലേ, മറ്റേ എന്താണ് നമുക്കറിയാം, ഐ ന്യൂ ദാറ്റ് അല്ലേ, എനിക്കറിയാം. അപ്പോൾ രണ്ടിനും മീനിങ് മാറ്റണം, പക്ഷേ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. ഇരിക്കുന്ന പേരാണ് നമ്മൾ ഹോമോഫോൺസ്. നെക്സ്റ്റ് വൺ ഹോമോഗ്രാഫ്. എന്താ? സെയിം സ്പെല്ലിങ് ബട്ട് ഡിഫറെൻറ്റ് മീനിങ്. ബാങ്ക് രണ്ടും നമ്മൾ മാറ്റം എന്താ? രണ്ട് ബാങ്ക് നമ്മൾ മാറ്റം എന്താ? ഒരു ബാങ്ക് എന്താണ്? ഒരു ബാങ്ക് എന്താ മക്കളെ? മണി ട്രാൻസ്ഫർ. മറ്റേ ബാങ്ക് എന്താ? റിവർ ബാങ്ക് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതാണ് മറ്റേ ബാങ്ക് കേട്ടോ. നെക്സ്റ്റ് വൺ ഹോമോണിംസ്. സെയിം സ്പെല്ലിംഗ് സെയിം പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെൻറ്റ് മീനിങ്. സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, ബട്ട് ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. അതും ഹോമോഗ്രാഫ്സും സെയിം തന്നെയാണ് കേട്ടോ. പാർക്ക് സംഭവങ്ങളൊക്കെ. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ, നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏവിയേഡ്സ് അറിയുന്നതല്ലേ. പിന്നെ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ഒക്കെ നോക്കി വെച്ചോളി. സ്കിൽസ്, ICT, ഓൺലൈൻ ടീച്ചിങ്, ലാംഗ്വേജ് ലാബ്, പ്രൊജക്റ്റഡ് എയ്ഡ്സിൻ്റെ ഒരു സ്ലൈഡ് ഉണ്ട്, ഇതിലെവിടെ പോയി?
ഈ സെക്ഷൻ എടുക്കാൻ ഓർമ്മ ആക്കാൻ കേട്ടോ. അത് പ്രൊജക്റ്റഡ് എയ്ഡ്സ് പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പ്രൊജക്റ്റഡ് എയ്ഡ്സും അങ്ങനത്തെ കുറച്ച് ലേണിംഗ് എയ്ഡ്സ് കുറച്ച് പഠിക്കാണ് നമുക്ക് ലാംഗ്വേജ് ലാബിൽ. അത് ഈ സ്ലൈഡ് മിസ്സാണ് ഇതിന്. നോക്കിയിട്ട് ഞാൻ തരാം കേട്ടോ. നമുക്ക് ആ സമയത്ത് ചെയ്ത് നോക്കാം ആ ക്വസ്റ്റ്യൻ ബാക്കി. ഇനി ലാംഗ്വേജ് ടെസ്റ്റ്, ടൈപ്സ് ഓഫ് ടെസ്റ്റ്, purpose of good language test, tools and requirement for evaluation, direct and indirect. ഇത് കുറേ സ്ലൈഡ് മിസ്സിങ് ആണ് ഇതിന്. ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് ഞാനിതിൽ കുറച്ചുണ്ട്, ചിലത് കുറച്ചില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാത്ത ഒന്നും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് റീഓർഡർ ചെയ്തിട്ട് എടുക്കുക നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല. ഇത് ലാസ്റ്റ് കുറച്ച് സാധനം നമുക്ക് പറയാനുണ്ട്, അതുണ്ടോ നോക്കട്ടെ. ടൈപ്സ് ഓഫ് പ്രോസ്, LSRW, തോട്ട്സ് ഓഫ് ടീച്ചിങ്, ഗ്രാമർ, ടീച്ചിങ് ലേണിംഗ് വിത്ത് ഡിസബിലിറ്റീസ്. ഇതാണ് ഈ സാധനം ഓർത്ത് വെക്കണം കേട്ടോ. ടീച്ചിങ് ലേണേഴ്സ് വിത്ത് ഡിസബിലിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനിലും ഒരു ആൾട്ടർനേറ്റീവ് എക്സാമിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതായത് ടീച്ചിങ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്താ സംഭവം? അപ്പോൾ നമുക്ക് ഡിസേബിലിറ്റി ഒന്നും വിളിക്കാൻ പാടില്ല കുട്ടികളെ. അതിന് പകരം വിളിക്കുന്ന പേരെന്താ? വിളിക്കാൻ പാടുമോ? ഡിഫറൻ്റ്ലി ഏബിൾ കുട്ടികളെ വിളിക്കാൻ പാടില്ല, ഡിസേബിൾ കുട്ടികളെ വിളിക്കാൻ പാടില്ല. അത് ഒരു കുറ്റകരമായ കാര്യമാണ്. അതിനിപ്പോൾ എന്തോ ഒരു കേസ് നിലവിലുണ്ട്. വയനാട് എന്തോ ഒരു ടീച്ചർ എന്തോ ഒരു കുട്ടിയെ അങ്ങനെ എന്തോ ഒരു കളിയാക്കി എന്ന് പറഞ്ഞ കേസ് നിലവിലുണ്ട്. അതിന് ശേഷം ആ കേസിന് ശേഷമാണ് കേരള ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി മുതൽ അവരെ ഒരിക്കലും നമ്മളെ മാറ്റി നിർത്താൻ പാടില്ല, അവരെ ഒരിക്കലും ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്ക് അങ്ങനെ കൊണ്ടതാണ് ഡിഫറൻ്റ്ലി ഏബിൾ. അവരെന്താണ് വേറെ പല വഴിക്കും അവരെന്താണ് ഏബിളാണ്. ചില വഴിക്ക് അവർ മാത്രമേ എന്തുള്ളൂ കുറച്ച് താഴോട്ടുള്ളൂ. പക്ഷേ അവർ മറ്റുള്ള വഴിക്ക് ഇപ്പോൾ ഒന്നുകിൽ ഒരു കഴിവില്ലെങ്കിൽ മറ്റൊരു കഴിവ് അതിന് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പുതുപ്പറമ്പ് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ ടീച്ചിങ് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത് പുതുപ്പറമ്പ് സ്കൂളിലാണ്. അവിടെ ഹൈസ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് 2012 2013 അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്നത് ഒരു ഡെയിലി വേജ് ആയിട്ട്. ആ സമയത്ത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സൽമാൻ എന്ന് പറഞ്ഞിട്ട്. തീരെ ഒരു മെൻ്റലി കുറച്ച് വിഷ്വൽ കുട്ടിയായിരുന്നു. പക്ഷേ മെൻ്റലി കുട്ടീനെ പറയില്ല, പക്ഷേ ആ കുട്ടി നന്നായിട്ട് പാട്ട് പാടും, നല്ലോണം ചിത്രം വരക്കും. അപ്പോൾ പഠിച്ച ഒരു കഴിവ് അവനക്ക് കൊടുത്തു. ഒരു കഴിവില്ല, അതിന് പകരം വേറെ കഴിവ് പഠിച്ചോ ആണ് ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒരു വേറെ പല ഏരിയയിലും ഒരു ഏബിൾഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്? ഡിസ്ലെക്സിയ, ഡിഫിക്കൽട്ടി, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് സംഭവം ഉണ്ടാവും. ഡിസ്ലെക്സിയ അറിയുണ്ടാവും, ഡിസ്ഗ്രാഫിയ അറിയുണ്ടാവും, ഡിസ്കാൽക്കുലിയൊക്കെ അറിയുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് സാധനം ഇത് പറയാനുണ്ടാവും. അതൊക്കെ മിക്കവാറും ഒരു കേട്ടൻ എക്സാം ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഡിസ്ലെക്സിയ എന്താ? ഡിസ്ലെക്സിയ എന്താ സംഭവം? റീഡിങ് ഡിഫിക്കൽട്ടി ആണ് അല്ലേ? നമുക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് വിളിക്കുന്ന പേരെന്ത്? ഡിസ്ലെക്സിയ. അടുത്തെന്താ? ഡിസ്ഗ്രാഫിയ ആണെങ്കിലോ എഴുതാനുള്ളത് അല്ലേ? പക്ഷേ ഇത് എഴുതാനുള്ളതല്ല ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന് എഴുതാനുള്ളതല്ല അന്ന് ക്വസ്റ്റ്യൻ വന്നു. അന്ന് എന്തായാലും വന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയോ? മെൻ്റൽ ആക്ടിവിറ്റി ഓഫ് കോംപ്രഹെൻഷൻ ആൻഡ് സിന്തസൈസിങ് ഇൻഫർമേഷൻ. ഈ ഒരു ടേം ഓർത്ത് വെക്കണം. അതായത് അന്ന് ക്വസ്റ്റ്യൻ വന്നിങ്ങനെയായിരുന്നു, ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ വായിച്ച് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഹി ഈസ് നോട്ട് ഏബിൾ ടു കോംപ്രഹെൻഡ് ദ ക്വസ്റ്റ്യൻ വാട്ട് ദ ക്വസ്റ്റ്യനെയർ മെൻ ടു ബി. ആ ക്വസ്റ്റ്യനെയർ എന്താ ഉദ്ദേശിച്ച ആ കുട്ടിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. വിച്ച് ലേണിംഗ് ഡിസബിലിറ്റി ദാറ്റ് സ്റ്റുഡൻസ് ഈസ് സഫേർഡ് ഓർ അഫക്റ്റഡ്. ഏത് ഡിസബിലിറ്റിയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങളെ ഓർമ്മ ഡിസ്ഗ്രാഫിയ എന്ന് മാത്രം എന്താണ്? ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓർമ്മ എന്താ? കുട്ടിക്ക് എഴുതാനുള്ള കഴിവില്ല. പക്ഷേ ഈ പോയിൻ്റ് അത് ഓർത്ത് നോക്കില്ല. അന്ന് ചോദിച്ചത് ഈ പോയിൻ്റ്, അതുകൊണ്ടാണ് ഞാൻ ഈ പോയിൻ്റ് ഉൾപ്പെടുത്തിയത്. എന്താണ് സംഭവം? കുട്ടികൾ കോംപ്രഹെൻഡ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റുക, സിന്തസൈസ് ചെയ്യാനുള്ള കഴിവില്ലാത്തതും ഡിസ്ഗ്രാഫിയിൽ പെട്ടതാണ്. ഓർത്ത് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ. അടുത്തത് ഡിസ്കാൽക്കുലിയ. നമുക്കറിയാം
കാൽക്കുലേഷൻ പ്രോബ്ലം കുട്ടികൾ കണക്ക് കൂട്ടാനുള്ള കാൽക്കുലേഷൻ പ്രോബ്ലംസ് ഇല്ലാത്തതാണ് എന്ത് ഡിസ്കാൽക്കുലിയ. നെക്സ്റ്റ് വൺ എന്താണ് ഡിസ്പ്രാക്സിയ. ഡിസ്പ്രാക്സിയ എന്താണ് മോട്ടോർ കോർഡിനേഷൻ. മോട്ടോർ കോർഡിനേഷൻ. അതായത് കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് കോർഡിനേഷൻ കിട്ടില്ല. അപ്പോൾ അവർ എഴുതാൻ പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ഇപ്പോൾ എഴുതാൻ സ്റ്റാർട്ട് വേറെ എന്തെങ്കിലും ചെയ്യും. അതായത് മൂവ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ റൈറ്റിംഗ് ഓർ മോട്ടോർ സ്കിൽസ് സച്ച് ആസ് റണ്ണിങ് ഓർ ജമ്പിങ്. റണ്ണിങ്ങിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും ഒന്നുണ്ടാവും ഒരു കോർഡിനേഷൻ കിട്ടില്ല. കാരണം അവർ വിചാരിക്കുന്ന പോലെ അവരുടെ അവയവങ്ങൾ അവർക്ക് ചലിച്ചോളണം. കാരണം നമ്മൾ ചാടാൻ പറഞ്ഞാൽ നമ്മൾ ചാടുന്നത് എന്തുകൊണ്ടാണ്, നമ്മളെ മോട്ടോർ സ്കിൽസ് ന്യൂറോൺസ് കറക്റ്റ് പ്രവർത്തിക്കുന്നതാണ്. അവരുടെ പ്രശ്നം എന്താണ്, അവരുടെ ന്യൂറോൺസ് അക്യുറേറ്റ്, അവരുടെ ന്യൂറോൺസ് കറക്റ്റ് പ്രവർത്തിക്കാത്തതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർ വിചാരിക്കുന്ന പോലെ അവരുടെ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഡിസ്പ്രാക്സിയ അതാണ് ഓർത്ത് വെക്കുക. അടുത്ത് ഡിസ്മോർഫിയ. ഡിസ്മോർഫിയ എന്താ, വാട്ട് ഇസ് ഡിസ്മോർഫിയ, എന്താ ഡിസ്മോർഫിയ പറയ്. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധനം. അബ്നോർമാലിറ്റി ഇൻ ദ ഷേപ്പ് ഓഫ് സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദി ബോഡി. ആ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു മറ്റേ നമ്മുടെ മുതുകത്തൊരു കൂന്, അതേപോലെ നടക്കാൻ നീ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തലയിൽ വലിയ തല. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, എൻ്റെ ഒരു അമ്മായിയുടെ ഒരു പേരക്കുട്ടിയുണ്ട്, ഫസീല എന്ന് പറയും, ഞങ്ങൾ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട് ഷാനിത പറഞ്ഞിട്ട്. ആ കുട്ടിയുടെ തല കുറച്ച് വലുതാണ്. അത് പറയപ്പെടുന്ന എന്താണ്, മറ്റേ നമ്മൾ ഈ എന്താണ് ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ പ്രസവ സമയത്ത് വീട്ടിൽ നിൽക്കുന്ന ചേച്ചി, താത്ത, ചേച്ചി അങ്ങനെ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പിശുക്കനാണ് ഇവളുടെ. അപ്പോൾ ഓൻ എന്ത് ചെയ്തില്ല, ഇപ്പോൾ ആളെ നിർത്തിയില്ല. പരിചരിക്കാനുള്ള ആൾ നിർത്തില്ല, നമ്മൾ നാട്ടിൽ പാർപ്പേർത്തിയാറ്. അപ്പോൾ ആൾ നിർത്തിയില്ല. ആൾ നിർത്താത്തതുകൊണ്ട് അവർ മര്യാദക്ക് ഒഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ തല അങ്ങനെ പോയതാണ് ഇപ്പോൾ അവരുടെ കംപ്ലയിൻറ്റ്. അപ്പോൾ സംഭവം ഒന്നുമല്ല, സംഭവം കുട്ടിക്ക് ഒരു ഡിഫിക്കൽട്ടി പഠിച്ചവൻ കൊടുത്തതാണ്, അതാണ് സംഭവം, അത്രേ ഉള്ളൂ. അപ്പോൾ അബ്നോർമാലിറ്റി ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പെസിഫൈഡ് പാർട്ട് ഓഫ് ദി ബോഡി. അതായത് സാധാരണ ഒരു നോർമൽ അല്ലാത്തൊരു സംഭവം ആ കുട്ടിയുടെ തലയിലുണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ ഡിസ്മോർഫിയ. അടുത്ത് അംനീഷ്യ. വാട്ട്സ് അംനീഷ്യ, എല്ലാ കാരണം പോലെയാണ് പാർഷ്യൽ ടോട്ടലോ ലോസ് ഓഫ് മെമ്മറി കേട്ടോ. അടുത്ത് എന്താണ് അഫേസിയ, ഡിസ്ഫേസിയ. അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എന്താ ലാംഗ്വേജ് ഡിസോർഡർ ഓർ ഡിഫിക്കൽട്ടി ടു കമ്മ്യൂണിക്കേറ്റ്. ഈ അഫേസിയ അല്ലെങ്കിൽ ഡിസ്ഫേസിയ എന്നുള്ളത് ഞാൻ ഒരു 1-2 കുട്ടികൾ സാധനം കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് ആവശ്യമുള്ള എന്തായിരിക്കാം, ബാത്റൂമിൽ പോകാനായിരിക്കാം. പക്ഷെ അവർ ചോദിക്കുന്നത് എന്തേക്കാരം, വേറെ എന്തെങ്കിലും ചോദിക്കാൻ വരും. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ എവിടെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഗേൾസിലോ ബോയ്സിലോ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ, ഒരു ആൺകുട്ടി. ഭയങ്കര ബോയ്സ് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ബാത്റൂം പോകണേ കുട്ടി ചോദിക്കാൻ എന്താ അറിയോ, ബാത്റൂം എന്ന് പറയില്ല. ആ കുട്ടി എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ബാത്റൂമിൽ പോകുക. അതായത് കുട്ടികൾ എന്തെങ്കിലും പറ്റില്ല, അതായത് ഒരു ലാംഗ്വേജ് ഡിസോർഡർ ഓഫ് ഡിഫിക്കൽട്ടി ടു കമ്മ്യൂണിക്കേറ്റ്. കുട്ടികളെ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. അത് നിൽക്കുന്ന പേരാണ് നമ്മൾ അഫേസിയ അല്ലെങ്കിൽ ഡിസ്ഫേസിയ കേട്ടോ. അടുത്ത് ADHD, അറ്റൻഷൻ ഡിസോർഡർ ഹൈപ്പർ ആക്ടിവിറ്റി. ഇത് ADHD ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ ഡിസോർഡർ ഹൈപ്പർ ആക്ടിവിറ്റി എന്നാണ് ADHD, അതിൻ്റെ ഫുൾ ഫോം മറന്നു പോകണ്ട. ഓട്ടിസം നമുക്കറിയാം, കോംപ്ലക്സ് ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻ ദാറ്റ് ഇൻവോൾവ്സ് പെർസിസ്റ്റന്റ് ചാലഞ്ചസ് ഇൻ സോഷ്യൽ ഇൻട്രാക്ഷൻ, സ്പീച്ച് ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസ്ട്രിക്റ്റഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയർ. ADHD എന്ന് പറഞ്ഞാൽ കുട്ടികൾ നോർമൽ അല്ലാത്തൊരു ബിഹേവിയറാണ് ADHD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തരാനുള്ളത് വേറെ ഇപ്പം എന്താ, ഇത് നിങ്ങൾക്കറിയാം വാക്ക് മോഡൽ എന്താ, ടൈപ്സ് ഓഫ് ലേണേഴ്സ്. അത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എത്ര ടൈപ്പ് ലേണേഴ്സാണ് പഠിച്ചിട്ടുള്ള നിങ്ങൾ ബിഎഡിനൊക്കെ? വിഷ്വൽ ലേണേഴ്സ്, ഓഡിറ്ററി ലേണേഴ്സ്, കൈനസ്തെറ്റിക് ലേണേഴ്സ് അല്ലേ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എന്താ 3 വ്യത്യാസം എന്താ? വിഷ്വൽ ലേണേഴ്സ് എന്താ? വിഷ്വൽ ലേണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? വിഷ്വൽ ലേണേഴ്സ് നമ്മൾ നോക്കി പഠിക്കാൻ കഴിയുന്ന ആൾക്കാർ അല്ലേ. വാട്ട്സ് ഓഡിറ്ററി ലേണേഴ്സ് എന്താ? ഓഡിറ്ററി ലേണേഴ്സ് കേട്ട് പഠിക്കാൻ. വാട്ട്സ് കൈനസ്തെറ്റിക് ലേണേഴ്സ്? കൈനസ്തെറ്റിക് ആണെങ്കിലോ രണ്ടും കൂടെ ഉള്ളത്. ഇതിൽ ഏറ്റവും കുട്ടികളെ ചൂസ് ചെയ്യുന്ന സംഭവം ഏതൊക്കെ? കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏതിലേക്ക് കയറാം പഠിക്കാൻ? വിഷ്വലോ? രണ്ടും കൂടി കൈനസ്തെറ്റിക് ലേണേഴ്സ് ആണ് കുറച്ചും കൂടി. കൈനസ്തെറ്റിക് ആണ് എക്സ്പീരിയൻസ് പഠിക്കുക, കണ്ടും കേട്ടും പഠിക്കുക എന്നുള്ള അതിനർത്ഥം. എക്സ്പീരിയൻസ് പഠിക്കാനുള്ള കപ്പാസിറ്റി കുട്ടികളെ നമ്മൾ വിളിക്കുമ്പോൾ കൈനസ്തെറ്റിക് ലേണേഴ്സ് അല്ലേ. ഞാൻ ഒരു 3-4 മാസം പാലക്കാട് TTC കൂടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കിതൊക്കെ പഠിപ്പിച്ച കുട്ടികളൊന്ന് വിടും. എന്നിട്ട് അവർ നമ്മൾ ട്രെയിനിൽ പോകുമല്ലോ, ട്രെയിനിൽ പോകുന്ന ദിവസം നമ്മൾ ഒരു ഇതിന് പോകും, ഒബ്സർവേഷന് പോകും, ഒരു ക്ലാസ് കാണാൻ വേണ്ടി പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയ സമയത്ത് കണ്ട സംഭവം എന്താ വെച്ചാൽ അവരൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കും. അതായത് നല്ല എക്സ്പീരിയൻസ് കൊടുത്തപ്പോൾ എന്തെങ്കിലും, എനിക്ക് ഓർമ്മയുണ്ട് എന്തോ ഒരു കുട്ടി പഠിപ്പിച്ചെന്തായിരുന്നു,
എന്തോ ഒരു സാധനം. ഞാൻ പക്ഷേ ക്ലാസ് കയറി ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് കഴിഞ്ഞാൽ ഒരു സയൻസ് ക്ലാസ്സിലെ കുട്ടിയെ കയറിയത്. മറ്റേ ഫോട്ടോസിന്തസിസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ ഒരു ചെടിയെല്ലാം കൊണ്ടുവന്നത്, എന്നിട്ട് ഇങ്ങനെ കറക്റ്റ് കാണിച്ച് കൊടുത്ത് പഠിപ്പിക്കുന്നത്. ഇതേപോലെ ആരും പഠിപ്പിക്കാറുണ്ടോ? നമ്മൾ ട്രെയിനീസ് പഠിപ്പിക്കും അല്ലേ? ബി എഡിൽ അത് എല്ലാവരും പറയുന്ന സംഭവം അതാണ്. ബി എഡിൽ പഠിക്കുന്ന ട്രെയിനീസ് നല്ലോണം കുട്ടികളെ പഠിപ്പിക്കും. അവർ കറക്റ്റ് ആക്ടിവിറ്റീസൊക്കെ വെച്ച് കറക്റ്റ് ആ മെത്തേഡ് പഠിപ്പിക്കും. പക്ഷേ ടീച്ചർ പഠിപ്പിക്കാറുണ്ടോ? ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിച്ച് ചെയ്യാൻ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ക്ലാസ് കയറുമ്പോൾ ഇപ്പോൾ ഫോട്ടോസ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഇതൊക്കെ കൊണ്ടുവരാറുണ്ട് ആരെങ്കിലും? കൊണ്ടുവരാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചതെല്ലാം പഠിപ്പിക്കുന്നത് അല്ലേ? അതാണ് സംഭവം. നമുക്ക് സമയമില്ല. അതൊരു കാര്യം. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പോർഷൻ നീങ്ങില്ല. പോർഷൻ നീങ്ങില്ലെങ്കിലും വർഷാവസാനമാകുമ്പോൾ പ്രിൻസിപ്പൽ ചീത്തയേക്കും. പ്രശ്നം അത് വേറെ വരും. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളും അത് മാറ്റം കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അപ്പോൾ വാക്ക് മോഡൽ എന്തായിരുന്നു? സ്പെഷ്യൽ ലേണേഴ്സ്, ഔട്ട് ലേണേഴ്സ്, കൺസിഡർ ലേണേഴ്സ് കേട്ടോ. മറന്നു പോകണ്ട. അടുത്ത് കോമൺ ഡെവലപ്മെൻറ്റ് റീഡിങ് ഡിസോർഡർ. വേഗം പറയും. കോമൺ ഡെവലപ്മെൻറ്റൽ റീഡിങ് ഡിസോർഡർ എന്താണ്? ഡിസ്ലെക്സിയ. വെരി ഗുഡ്. അടുത്തത് ഡെഫിഷ്യൻസി ഇൻ ദ എബിലിറ്റി ടു റൈറ്റ് അസോസിയേറ്റ് വിത്ത് ഇമ്പയർമെൻറ്റ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ സിംപ്റ്റം ഓഫ് Dysgraphia. A mental block associated with the English language learning is a mental block associated with the English language learning is Dyslexia. lack of opportunity alla. A mental block associated with the English language learning is disinterest in study വരാൻ ചാൻസ്. ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി നല്ല വരില്ല. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീൻസ് എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ബൈ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾ ബൈ സ്പെഷ്യൽ ടീച്ചേഴ്സ് അലോങ് വിത്ത് നോർമൽ ചിൽഡ്രൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ along with normal children അല്ലേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മറന്നു പോകണ്ട. അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റീസ് is a stable state, is a variable state, need not impair functioning, does not improve with appropriate strategy. ലേണിംഗ് ഡിസബിലിറ്റി മാറാം ചാൻസസ് സാധനമാണോ? അതോ ഇത് സ്റ്റേബിൾ നിൽക്കുന്ന സാധനമാണോ? എന്താ അതിൻ്റെ അർത്ഥം? ഇറ്റ്സ് എ വേരിയബിൾ സ്റ്റേറ്റ്. എന്താ ചില സമയങ്ങളിൽ ഇത് മാറും അല്ലേ? ലേണിംഗ് ഡിസബിലിറ്റി എന്തല്ല? ഫിസിക്കൽ ഡിസബിലിറ്റി മാറില്ല. ഫിസിക്കൽ ഡിസബിലിറ്റി സ്റ്റേബിളാണ്. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി എന്തല്ല? സ്റ്റേബിൾ അല്ല, അത് മാറും. കാരണം പ്രോപ്പർ അറ്റൻഷൻ കുട്ടിയെ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ സാധനം ഒരു ചേഞ്ച് വരും. ലേണിംഗ് ഡിസബിലിറ്റി മേ ഒക്കോർ ഡ്യൂ ടു ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ് സെറിബ്രൽ ഡിസ്ഫങ്ഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്, കൾച്ചറൽ ഫാക്ടേഴ്സ്. ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിക്കില്ല. ഏതൊക്കെയാണ്ടാ സംഭവിക്കാത്തത്? സെറിബ്രൽ കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന സാധനമല്ല എന്ത്? ലേണിംഗ് ഡിസബിലിറ്റി. സെറിബ്രൽ ഡിസ്ഫങ്ഷൻ സംഭവിക്കാം, ഇമോഷണൽ ഡിസ്റ്റർബൻസ് സംഭവിക്കാം, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ് സംഭവിക്കാം. കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് ഒരിക്കലും എന്തില്ല നമ്മളെ ലേണിംഗ് ഡിസബിലിറ്റി സംഭവിക്കില്ല. അടുത്തത് എ ഡിസോർഡർ റിലേറ്റഡ് ടു ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ഈസ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാ? അല്ല, ഇത് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ അഫേസി അല്ലല്ലോ. അഫേസി എന്തായിരുന്നു? അഫേസി അല്ല, ഡിസ്ഗ്രാഫി ആണല്ലോ അത് വരിക. ഒരു മിനിറ്റ് നോക്കട്ടെ. അഫേസിയ കമ്മ്യൂണിക്കേറ്റ് ആണ് അഫേസിയ. പക്ഷേ ഇത് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഡിസോർഡർ റിലേറ്റഡ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. ലാംഗ്വേജ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് കോംപ്രഹെൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അർത്ഥം കേട്ടോ. അത് നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് മനസ്സിലാവാത്തതാണ്. അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റി ഇൻ മോട്ടോർ സ്കിൽസ് എന്താ? ഡിസ്പ്രാക്സിയ. ചൈൽഡ് വിത്ത് നോർമൽ ഇൻ്റലിജൻസ് ഷോസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആൻഡ് കോംപ്രഹെൻഡിങ് ദി ലാംഗ്വേജ്. It indicates that the child is showing symptoms of. ഇതാണ് സാധനം. റീഡിങ് ആൻഡ് കോംപ്രഹെൻഡിങ് ലാംഗ്വേജ് ഏതാ? ഡിസ്ഗ്രാഫിയ. ഡിസ്ലെക്സിയ അല്ല, ഡിസ്ഗ്രാഫിയ കേട്ടോ, മാറിപ്പോയതാണത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിഹേവിയർ ഈസ് an identifier of a child with learning disability? Abusive behavior, writing B as D and was as so, low attention span of high physical activity, frequent mood swings. Which of the following behavior is an identifier of a child with learning disability? എന്താ?
അബ്യൂസീവ് ബിഹേവിയർ ആണോ അതോ റൈറ്റിംഗ് ബി ആസ് ഡി ആൻഡ് വാസ് ആസ് സോ, ലോ അറ്റൻഷൻ സ്പാൻ ആൻഡ് ഹൈ ഫിസിക്കൽ ആക്ടിവിറ്റി? high physical activity. അല്ലട്ടോ, അതെങ്ങനെ മക്കളെ വരിക? അതിപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടിക്ക് മാത്രം വരുള്ളൂ ഈ സാധനം. നന്നായി പഠിക്കുന്ന കുട്ടികൾ വരുന്ന സാധനമല്ലേ ലോ അറ്റൻഷൻ സ്പാൻ ആൻഡ് ഹൈ ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല ടയർഡാണ് ആൾ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പക്ഷേ നടത്താൻ സമയം കിട്ടിയില്ല. നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് മാക്സിമം ഈ സാധനം നമുക്ക് തീർക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് നമുക്ക് PYQ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.